ഞാനും അച്ചുമോനും പാറമോളും കൂടെ ഹൈലൈറ്റ് മോളിൽ പോയതാണ് കേട്ടോ. നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അതാണ് പാറമോള് ടാറ്റ കൊടുക്കുന്നത്. എവിടെ ചെന്നാലും പഠിപ്പിക്കുന്ന മക്കളെ കാണുന്ന പോലെ ദേ ഇരിക്കുന്നു രാവിലെ തന്നെ ഇവിടെ ഒരാള്. അങ്ങനെ ദേ മക്കളൊക്കെ കണ്ട് ടാറ്റൊക്കെ കൊടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞു പോന്നു കേട്ടോ. അങ്ങനെ ദേ ലുലു ഡെയിലിയിൽ കയറി കുറേ സംഭവങ്ങളൊക്കെ നോക്കിയെങ്കിലും നമ്മൾ അങ്ങനെയുള്ളതൊന്നും എടുത്തില്ല. ഒരു കെറ്റിൽ ഞാൻ വാങ്ങിച്ചു കേട്ടോ. കെറ്റിൽ കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു കെറ്റിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ദേ പാറമോൾ ഇവിടെ ഫുട്ബോളൊക്കെ എടുത്ത് തട്ടി കളിക്കുകയാണ്. അതിൽ എയറില്ലാത്തതുകൊണ്ട് അത് കളിക്കാൻ പറ്റില്ല. കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പാത്രങ്ങൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ. കുറേ ഭംഗി നോക്കി നടന്നു. പിന്നെ സ്നാക്സ് അത് മേടിച്ചു തരാൻ പറയാണ്. അത് എന്താ പറയുക, പാറമോൾ ഇങ്ങനെ കാണുന്നതൊക്കെ മേടിച്ചു തരാൻ പറയുമെങ്കിലും ഞാൻ അതൊന്നും മേടിച്ചു കൊടുക്കാറില്ല. ആവശ്യമുള്ളത് കൊടുക്കും. ഇതിനെന്താ അമ്മ 2 കാലം എന്ന് പറഞ്ഞിട്ടാണ് ഈ അരിശ എടുത്ത് കാണിക്കുന്നത് കേട്ടോ പാറു. അതൊക്കെ മേടിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ന്യൂട്ടല്ല ഹേസൽനട്ടിൻ്റെ ഒരു ന്യൂട്ടല്ല പോലൊരു സംഭവം കേട്ടോ, അതും വാങ്ങിച്ചു. പിന്നെ അവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോയി ഹൈലൈറ്റ് മോളിൻ്റെ. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിൽ മിൽക്കാണ് പറഞ്ഞത് കേട്ടോ. അവിൽ മിൽക്കും പിന്നെ നമ്മൾ പറഞ്ഞത് അമേരിക്കൻ ചോപ്സി, അതാണ് അവിടെ കണ്ടതിൽ. നമ്മൾ എന്താ പറയുക, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ആ അമേരിക്കൻ ചോപ്സി വന്നിട്ടുണ്ട്. ഈ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ പല കടയിൽ പോയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. ഒരുപാട് നേരം നടക്കണം. അപ്പോൾ പിന്നെ കണ്ടത് വേഗം അങ്ങോട്ട് പറഞ്ഞു. അവിൽ മിൽക്കും അമേരിക്കൻ ചോപ്സി ഇതൊക്കെ കൂടി നമ്മൾ വേഗം ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഈ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ശരിക്കും നമുക്ക് ഉറക്കം വരുന്നത് പോലെ. ഇതിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ട്, കാരണം വേഗം നമ്മുടെ കണ്ണടഞ്ഞു പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇതേ നമ്മുടെ ഇവിടെ ക്രിസ്മസ് സ്ക്രിബൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നടന്ന് കണ്ടു, വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം പാറമോൾക്ക് ആദ്യമേ ഇവിടെ ഗെയിം കളിക്കുന്നിടത്ത് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതേ കയറ്റിട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് ആ ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് 1 മണിക്കൂർ ഉണ്ടെന്ന്. അങ്ങനെ പാറമോളെ വേഗം അതിൽ കയറ്റി വിട്ടു. അതിൽ കയറാൻ നിൽക്കുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ കളിക്കാനുള്ള ആരുമില്ല കേട്ടോ പാറമോൾക്കൊക്കെ. അപ്പോൾ ഇതുപോലെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറ്റാന്ന് തീരുമാനിച്ചത്. കുറച്ച് നേരം അവൾ അങ്ങോട്ട് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ കയറിപ്പോയപ്പോൾ ഭയങ്കര സന്തോഷം കണ്ട. അങ്ങനെ 1 മണിക്കൂറാന്ന് പറഞ്ഞപ്പോൾ പാറുവിനെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പോയിട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ ആ ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ നമ്മൾ കണ്ടില്ല കേട്ടോ. പാറമോൾക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. പിന്നെ ദേ അച്ചുമോന് വെള്ളം തയ്ച്ചിട്ട് പോയി. അപ്പോൾ അവിടെ നിന്നൊരു വാട്ടർമെലൻ ജ്യൂസ് മേടിച്ച് കഴിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ ദേ കളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ പാറമോൾ ചോദിക്കുക, അമ്മേനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വരാഞ്ഞേന്ന്. അപ്പോൾ പിന്നെ ദേ ഈ സംഭവമൊക്കെ ഞാൻ നോക്കിയിട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ കാർഡ് റീചാർജ് ചെയ്തിട്ട് വേണം ഇനി കളിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ലുലുവിൽ പോയി ഞങ്ങൾ തിരിച്ച് വരികയാണ് ഗൈസ്. അങ്ങനെ ഒരു ദിവസം എന്താ പറയുക, മക്കൾക്കൊരു എൻജോയ്മെൻറ്റ്, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ.